ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു സമാസ് വേൾഡ്. അപ്പം ഞാനിന്നിവിടെ മട്ടൻ കുറുമ എങ്ങനെ തയ്യാറാക്കാൻ നോക്കുന്ന റെസിപ്പിയാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞാനിവിടെ 2 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. മട്ടൻ്റെ വേവിക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തരാം, അതുപോലെ നിങ്ങൾ മട്ടൻ വേവിച്ചാൽ മതി. 2 കിലോ മട്ടൻ എടുത്ത് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം അത് നമുക്ക് അതിൽ കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മട്ടൻ ദാനത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്താക്കണം, വേവിച്ചെടുക്കണം. 2 തക്കാളിയും ഉപ്പും ഇട്ടിട്ട് ആദ്യം വേവിച്ചെടുക്കണം. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്രേവി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് പൊട്ടറ്റോ, ക്യാരറ്റ്, അതേപോലെ തന്നെ പച്ചമുളക്. നമ്മൾ പച്ചമുളകും കുരുമുളകും ഇട്ടിട്ടാണ് ഈ ഒരു ഗ്രേവി തയ്യാറാക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1-ാം പാലും 2-ാം പാലുമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയിട്ട് അതിലേക്ക് നമ്മൾ ചെറിയ ജീരകയില്ലേ, ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ടിട്ട്, ചെറിയ ജീരകവും ഈ തേങ്ങയും കുറച്ച് ആദ്യം നമ്മൾ 1-ാം പാൽ എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം 1-ാം പാൽ മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് 2-ാം പാലും എടുക്കാം. എന്നിട്ട് നമ്മളത് 1-ാം പാൽ മാറ്റി വെക്കുക, 2-ാം പാൽ മാറ്റി വെക്കുക. ഇനി നമുക്ക് മട്ടന് ഗ്രേവി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പിലൊരു പാത്രം വെച്ചിട്ട് അതിലോട്ടേക്ക് നമുക്ക് ആദ്യം സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാനിവിടെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 4-5 പട്ട, ഗ്രാമ്പൂ, ഏലം എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പൈസസൊക്കെ ഇട്ടുകൊടുക്കുക. ഗ്രാമ്പൂ, പട്ട, ഏലം, വലിയ ജീരകം ഒക്കെ ഇട്ടുകൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പം നമ്മൾ എന്താക്കണം, ഒരു 3 തക്കാളിയില്ല, ഉള്ളി 3 ഉള്ളി നല്ലോണം നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ടേക്ക് ഉള്ളി ജസ്റ്റ് വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക, കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുക്കുക. കാരണം നമ്മൾ മട്ടന് 2 കിലോൻ്റെ മട്ടനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് മട്ടൻ്റെ ഇതനുസരിച്ച് ഉള്ളിയും തക്കാളിയും ഒക്കെ കുറക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 തക്കാളി എടുത്തിട്ടാണ് മട്ടൻ വേവിച്ചിട്ടുള്ളത്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ 3 ഉള്ളി നല്ലോണം വഴന്നിട്ട് ഇതേപോലെ നല്ലോണം വഴന്ന് വരണം. ഒരു നൂൽ പരുവം, ലൈറ്റ് പിങ്ക് കളറും വരും, നൂല് പോലായി ഉള്ളി വഴന്നിട്ട്. അപ്പം നമുക്ക് എന്താക്കുക, ചെറുങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷെ ഞാനിവിടെ പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഇഞ്ചി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും ഇഞ്ചിൻ്റെ പേസ്റ്റും ഇടാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറുങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നെങ്കിൽ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും, വലിയ അല്ലിയാണെങ്കിൽ 7 അല്ലി വെളുത്തുള്ളിയും, ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അടിച്ച് ചെറുങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ പേസ്റ്റ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ. അതിനുശേഷം നല്ലോണം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ, ക്യാരറ്റും പച്ചമുളകും, ഞാനിവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2 പൊട്ടറ്റോ വലുത് എടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ക്യാരറ്റാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ക്യാരറ്റ് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്കിതിൽ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഈ വെള്ളമൊന്നും ചേർക്കില്ല, ഈ തേങ്ങാപ്പാലാണ് നമ്മളിത് ഫുള്ള് വേവിച്ചെടുക്കുന്നത്. 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പം ഞാൻ എൻ്റെ മട്ടൻ വേവിക്കുമ്പം ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിന്. ആ വെള്ളം ഒഴിച്ചുകൊണ്ട് മട്ടൻ്റെ ഒരു സ്റ്റോക്ക് എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ മട്ടൻ നല്ലോണം വെന്തും പോയിന്. അപ്പം ഞാൻ എന്താക്കി, അതിൽ നിന്ന് ഒരു 3/4 ഗ്ലാസ് സ്റ്റോക്ക് എടുത്തിട്ട് ഇപ്പം ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മട്ടൻ വേവിച്ചിട്ട് പകുതി വരെ മട്ടൻ വേവിച്ചിട്ടാണ് നമ്മൾ ഇതാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ മട്ടനും ഇട്ട് കൊടുക്കണം. പൊട്ടറ്റോ ക്യാരറ്റും ഇട്ട സമയത്ത് തന്നെ മട്ടനും ഇട്ടിട്ട് ഈ തേങ്ങാപ്പാൽ തന്നെ വെന്തിട്ട് വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എൻ്റെ മട്ടൻ നല്ലോണം വെന്ത് പോയതുകൊണ്ടാണ് ഞാൻ മട്ടനവിടെ മാറ്റി വെച്ച് എൻ്റെ 3/4 ഗ്ലാസ് മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ പറഞ്ഞു, നമ്മൾ പച്ചമുളകും കുരുമുളകിൻ്റെ പൊടിയും മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. നല്ലോണം മിക്സാക്കി കൊടുക്കാം. നല്ലോണം ഈ തിളച്ച് വരൂലേ, ഈ തിളച്ച് നല്ലോണം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്തൊക്കെ കുറച്ച് പൊട്ടറ്റോ മാറ്റി വെക്കാം. ഓക്കെ, കുറച്ച് പൊട്ടറ്റോ മാറ്റി വെച്ചിട്ട് ഒരു 6-7 പൊട്ടറ്റോ എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് ബാക്കി നമ്മൾ മട്ടന് ആഡ് ചെയ്ത് കൊടുക്കുക.
മട്ടൻ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കുക. ഈ മാറ്റി വെച്ച പൊട്ടറ്റോ ഇല്ലേ, അത് നല്ലോണം നമ്മൾ സ്പൂൺ വെച്ച് നല്ലോണം ഉടച്ചിട്ട് ഇതേ കാണിക്കുന്ന പോലെ ഉടച്ചിട്ട് നമ്മളെ ആ ഗ്രേവി ഇല്ലേ കുറുമ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതെന്നാൽ എന്താണെന്ന് അറിയോ, നമ്മളെ കുറുമക്ക് നല്ലൊരു തിക്ക് വരും. വേറെ നമ്മൾ ഈ പാലിൽ തേങ്ങാപ്പാലിൽ മാത്രമാണ് നമ്മൾ ചിക്കൻ്റെ സ്റ്റൂലും ഇതിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അവിടെ മാറ്റി വെച്ച ഒന്നാം പാലില്ലേ, നല്ലോണം തിളച്ചൊക്കെ വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ല മട്ടൻ എൻ്റെ വെന്തോടാണ് ലാസ്റ്റ് ഇട്ടത്, അല്ലെങ്കിൽ ക്യാരറ്റും പൊട്ടറ്റോ ഇടുന്ന സമയത്ത് തന്നെ മട്ടൻ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു സമയത്ത് കറക്റ്റ് വേവ് കിട്ടും. എന്നുവെച്ചാൽ ജസ്റ്റ് ഒന്ന് ഒന്നാം പാൽ ഒഴിച്ചിട്ട് കുറേ തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക, എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി ഇതിന് മേലോട്ടേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ, മല്ലിയില, കരിവേപ്പില ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് മൂടി വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.